you made your first dollar from income. എങ്ങനെയാണ് ഫസ്റ്റ് ഡോളർ എവിടെ നിന്നായിരുന്നു and what age it was and like how did you feel when you got the something money from the internet? സോ ഫസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഞാനും അനീസും നമ്മൾ PHP വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതായിരുന്നു നമുക്കറിയാം. പക്ഷെ നമുക്കറിയാം ഈ സ്കിൽസ് വെച്ച് നമുക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്നത്. പക്ഷെ വി ഡോണ്ട് നോ ഹൗ. അങ്ങനെയാണ് ഞങ്ങള് ഒരു സമയത്ത് ബാർ ക്യാമ്പിന്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു കോഴിക്കോട്. ബാർ ക്യാമ്പിന്റെ മീറ്റപ്പ് വെച്ചിട്ടാണ്, പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ഒരാളുടെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു, ഫൈവർ വെച്ച് എങ്ങനെ നമുക്ക് റവന്യൂ ഉണ്ടാക്കാന്നുള്ളത്. fiverr.com. ഇത് ബേസിക്കലി $5 നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, നമുക്ക് ചെയ്ത റവന്യൂ ആക്കി മാറ്റാവുന്നതാണ്. സോ $5 ഫോർ എ ഗൈ ഹൂ സ്റ്റഡീസ് ഇൻ സ്കൂൾ. +2 പഠിക്കുന്ന ഒരാൾക്ക് $5 ക്ലോസ് ടു അന്ന് 50 രൂപയായിരുന്നു. 250-300 rupees എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് റൈറ്റ് ആ സമയത്ത്. അപ്പം അവിടെ നിന്നാണ് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത്. അപ്പൊ അത് വെച്ച് 1-2 പേര് നമ്മൾ PHP വെബ്സൈറ്റ് ഉണ്ടാക്കി തരും, ഡീബഗ് എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് നമ്മൾ എന്താ പറയാ ഈ ഫസ്റ്റ് ഡോളർ ഉണ്ടാക്കിയത്. അതിലൊരു ഫണ്ണി സ്റ്റോറി ഉണ്ടായിരുന്നത്, അപ്പം ഞാനൊരാൾക്ക് ഒരു ഫ്രീലാൻസ് വർക്ക് ചെയ്ത് കൊടുത്തു. അപ്പം ടേൺ അറൗണ്ട് ടൈം വളരെ കുറവായിരുന്നു. ഒരു ചോദിച്ചൊരു സാധനം നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് സിമ്പിൾ സാധനം നമ്മൾ ചെയ്ത് കൊടുത്തു. അപ്പൊ ഇവരെന്റെ അടുത്ത് പറഞ്ഞു, ഐ വാണ്ട് ടു ഗിവ് യു എ ടിപ്പ്. ഓക്കെ, റൈറ്റ്. അപ്പം എസ്പെഷ്യലി നമ്മുടെ ഈ കൾച്ചറിൽ നമുക്ക് ടിപ്പിങ് നമുക്ക് അറിയില്ല. അത് എനിക്ക് ടിപ്പ് എന്താന്ന് പോലും അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനിപ്പോ എന്താന്ന് വിചാരിച്ച്, അല്ല അവരുടെ അടുത്ത് ചോദിച്ചത് എനിക്ക് ടിപ്പിന് ഒരു ഗിഗ് ഉണ്ടോന്നാണ്. ടിപ്പ് ചെയ്യാൻ വേണ്ടി ഒരു $5 ഗിഗ് ഉണ്ടോന്നാണ്. അപ്പൊ എനിക്കറിയില്ല ടിപ്പ് എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. പിന്നെ പുള്ളിക്കാരെന്ന് വെച്ചാല് പിന്നെ എനിക്ക് റിസർച്ച് ചെയ്ത് മനസ്സിലായി, ടിപ്പ് എന്ന് പറയുന്നത് ആൾക്കാർ നമ്മുടെ സാധനം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാശ് ഡൊണേറ്റ് ചെയ്യുന്ന പോലെയാണ്. അപ്പൊ എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ അണ്ടർറേറ്റ് ചെയ്ത് ബില്ല് ചെയ്തുകൊണ്ട് പുള്ളിക്കാർക്ക് അവർക്ക് ഇഷ്ടമായതുകൊണ്ട് അവർക്ക് കൂടുതൽ കാശ് തരണം എന്നായിരുന്നു. അപ്പൊ ഞാൻ ഗിഗ് ഉണ്ടാക്കിയിട്ടോ എനിക്ക് അതും അവര് മേടിച്ചു തന്നു. അതായിരുന്നു എന്റെ ഒരു ഏർലി സ്റ്റേജസ് ഓഫ് ഇതെന്താ പറയാ ഇതിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജ്. ഈ ഇന്റർനെറ്റ് മണി വെച്ചിട്ട് സോ ഞാൻ ആദ്യം മേടിച്ചത് വീട്ടിലേക്കൊരു ബ്രോഡ്ബാൻഡ് ആയിരുന്നു. കാരണം എന്റെ അന്നത്തെ സിറ്റുവേഷനിൽ ഞാൻ ഈ ഫൈവറിന് ഇനീഷ്യൽ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് വന്ന് 2G ഉള്ളു. കാരണം 3G ഒന്ന് വന്ന് 2G വെച്ചിട്ടാണ് നമ്മൾ എല്ലാ സാധനങ്ങളും ഓടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 3G വീട്ടിൽ റേഞ്ചും ഇല്ല. ഞാൻ ആദ്യം ചെയ്തത് വീട്ടിലൊരു ബ്രോഡ്ബാൻഡ് എടുത്തു, ഒരു റൗട്ടർ മേടിച്ചു, ബ്രോഡ്ബാൻഡുമായി. കാരണം എനിക്കറിയാം ഇത് ഫ്യൂച്ചറാണ്, ഇന്റർനെറ്റ് വെച്ചാലാണ് നമ്മുടെ സാധനം. ഞാൻ ബിലീവ് ചെയ്യുന്ന ഫ്യൂച്ചർ ആയില്ലാന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഫസ്റ്റ് അതാണ് ചെയ്തത്.